ISL മൂന്നാം സീസന്റെ കലാശ പോരാട്ടത്തിന് ആദ്യ പകുതി പിന്നിടുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. കളിയുടെ 37-ാം മിനിറ്റിൽ മെഹ്താബ് ഹുസൈന്റെ കോർണറിൽ കേരളത്തിന്റെ മുഹമ്മദ് റാഫി മനോഹരമായ ഒരു ഹെഡറിലൂടെ കേരളത്തിനായി ആദ്യ ഗോൾ നേടുകയായിരുന്നു. എന്നാൽ കളിയുടെ 44-ാം മിനിറ്റിൽ അത്ലറ്റിക്കോയുടെ സെന്റർ ഡിഫൻഡർ സെറീനോ സമാനമായ ഒരു ഹെഡറിലൂടെ അവർക്ക് സമനില ഗോൾ നേടിക്കൊടുക്കുകയും ചെയ്തു. ISL മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്തായാലും കേരളത്തിന് പ്രതീക്ഷകൾ നൽകിയ ആദ്യ മിനിറ്റിൽ തന്നെ 37-ാം മിനിറ്റിൽ മുഹമ്മദ് റാഫി മെഹ്താബ് ഹുസൈന്റെ മനോഹരമായ ഒരു കോർണറിലൂടെ അതിമനോഹരമായ ഒരു ഹെഡർ ഒരു ഗോൾ നേടി കേരളത്തിന് ഏറെ പ്രതീക്ഷകൾ നൽകിയതാണ്. എന്നാൽ സെറീനോ 44-ാം മിനിറ്റിൽ അവരുടെ മധ്യനിര താരം അത് ഗോൾ മടക്കി. ഇപ്പോൾ 1-1 സമനിലയിലാണ് ഇരു ടീമുകളും. CK വിനീതിന്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില ഇപ്പോൾ ചേരുന്നു. ജോഷില, എങ്ങനെയാണ് ആദ്യം ഒരു പ്രതീക്ഷ നൽകിയതിനു ശേഷം രണ്ടാമത് അവർ ഗോൾ മടക്കിയ കാഴ്ച കൂടിയാണ്. പൊതുവിൽ എന്താണ്, വലിയ ആരാധക വൃന്ദം തന്നെ അവിടെ ഉണ്ടല്ലോ. തീർച്ചയായും അരുൺ, CK വിനീതിന്റെ നാടായ വട്ടിപ്രത്ത് ടൗണിലാണ് ഞാനുള്ളത്. വട്ടിപ്രത്ത് ടൗണിൽ ഒരു വലിയ സ്ക്രീനിൽ ഇപ്പോൾ ആളുകൾ കളി കാണാനായി ഇരിക്കുകയാണ്. ആദ്യ പകുതിയിൽ സമനിലയിൽ പിരിഞ്ഞപ്പോൾ പോലും എല്ലാവരും കളിയുടെ ആവേശം വിടാതെ തന്നെ കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. വിനീതിന്റെ അച്ഛനും അമ്മയും ഭാര്യയും എല്ലാം ഇവിടെയായിരുന്നു. ഇത്രയും സമയം ഇവിടെ നിന്നാണ് കളി കണ്ടത്. കളി തുടങ്ങുന്ന ആദ്യ പകുതി പിന്നിട്ടതിന് ശേഷം അവർ വീട്ടിലേക്ക് പോയി കളി കാണുകയായിരുന്നു. എന്നാൽ വിനീതിന്റെ നാട്ടിൽ വിനീതിന്റെ കളി കാണാൻ പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിനൊപ്പം നിന്നുകൊണ്ട് ആളുകൾ വളരെ ആവേശത്തിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമുക്ക് വളരെ വയസ്സായ സ്ത്രീകൾ പോലും ഇവിടെ കളി കാണാനായി വന്നിരിക്കുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ. ഒന്നാമത് വിനീതിനോടുള്ള ആരാധന, അതിലപ്പുറം ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി, ഇതൊക്കെ തന്നെ ജനങ്ങളിൽ വളരെ ആവേശപൂർവ്വം കളി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വട്ടിപ്പുറത്തിലെ മുഴുവൻ ആളുകളും എന്ന് വേണം പറയാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഈ സെന്ററിൽ നിന്ന് കളി കാണുന്ന ഒരവസ്ഥയാണുള്ളത്. വിനീതിന്റെ കളിയടക്കം വരുമ്പോഴും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിക്കുന്ന സമയത്തും ആവേശപൂർവ്വം കാണുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അരുൺ, നമുക്ക് ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു ജോഷില. കാരണം ഏറെ പ്രതീക്ഷ നൽകി ആദ്യ ഗോൾ വീണു, അതിനുശേഷം രണ്ടാം ഗോൾ, അതിനുശേഷം അവർ ഗോൾ മടക്കിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. എന്താണ് നിലവിൽ ആരാധകരുടെ ഒരു പ്രതികരണം? അരുൺ, നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആവേശം, ആ ആവേശം രണ്ടാമത് തിരിച്ചടിച്ചപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഏകപക്ഷീയമായ ഒരു ആവേശം, വിനീതിന്റെ കളി ഉണ്ടാകുമ്പോഴുള്ള ആവേശം. അതേസമയം തന്നെ മുഹമ്മദ് റാഫി ഗോളടിച്ചപ്പോൾ അത് വളരെ അത്യുന്നതമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു ഈ ആവേശം. എന്തായാലും എല്ലാവരും കളിയുടെ ലഹരിയിലാണ്. കളി കാണാനായി എല്ലാവരും വളരെ ജാഗരൂകരായി ഇരിക്കുകയാണ്. വിനീതിന്റെ നാട്ടിലെ ആവേശമാണ് നമ്മൾ ഈ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില, ഒരുപാട് ആൾക്കാർ കളി കാണാൻ അവിടെ എത്തിയിട്ടുണ്ടോ? കാരണം ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. കാരണം ഒരു നാട് മുഴുവൻ ഈ വിനീതിന്റെ കളി കാണാൻ നാട്ടിൽ ഒത്തുകൂടിയിട്ടുണ്ടോ? തീർച്ചയായും അരുൺ, വട്ടിപ്പുറത്തെ മുഴുവൻ ജനങ്ങൾ എന്ന് വേണം പറയാൻ. കുട്ടികളും അതുപോലെ തന്നെ മുഴുവൻ സ്ത്രീകളും ആബാലവൃദ്ധം ജനങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ ഒരു കളിയുടെ ആവേശം, വട്ടിപ്പുറത്തെ ജനങ്ങളുടെ ആവേശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു സ്ക്രീൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ഭക്ഷണമടക്കം ഇവിടെ ഒരുക്കിയിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഇടവേളയിൽ ബിരിയാണി അടക്കം വിതരണം ചെയ്തുകൊണ്ടാണ് ഇവർ കളി കാണാനായി എത്തിയ ആളുകൾക്ക് അത്രയും സഹായ സഹകരണങ്ങൾ പോലും നൽകിക്കൊണ്ടാണ് ഇവിടെ ഒരു ടീം വിനീതിന്റെ ആരാധക വൃന്ദം ഇവിടെ ഇത്തരത്തിൽ ഒരു കളി കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും, ചെറുപ്പക്കാരും മാത്രമല്ല വൃദ്ധയായ സ്ത്രീകളും അതുപോലെ തന്നെ എല്ലാ ആളുകളും, എല്ലാ തരത്തിലുള്ള എല്ലാ തട്ടിലുള്ള ആളുകളും, ചെറിയ കുഞ്ഞു മുതൽ ആബാലവൃദ്ധം ജനങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും വളരെ ജാഗരൂകരായി കളി വീക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനീതിന്റെ കളി മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് ജയിക്കണം എന്നുള്ള ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. നമുക്ക് അവരുടെ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, എല്ലാവരുടെയും മുഖത്തുള്ള ആ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം. PV ജോഷില ആണ് വിവരങ്ങൾ നൽകിയത് CK വിനീതിന്റെ വീട്ടിൽ നിന്നും. വലിയ ആവേശത്തിലാണ് അവർ. ഇപ്പോൾ സുദേശ് കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. സുദേശ്, ഏറെ പ്രതീക്ഷ നൽകിയാണ്
ഒരു തീ പാർന്ന ഹെഡർ 37-ാം മിനിറ്റിൽ കേരളത്തിന് ഗോൾ സമ്മാനിച്ചു. പക്ഷേ ആഹ്ലാദം അധിക നേരം ഉണ്ടായിരുന്നില്ല. സമാനമായൊരു സാഹചര്യത്തിൽ എന്തായാലും സെറീനയിലൂടെ 44-ാം മിനിറ്റിൽ അവർ ഗോളും അടക്കുകയും ചെയ്തു. ഈ ശരിക്കും ആദ്യത്തെ മിനിറ്റുകളിൽ ഇഷ്ടം പോലെ തുറന്ന അവസരങ്ങൾ കൊൽക്കത്തയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന്റെ അകമ്പടി കൊണ്ട് മാത്രമാണ് ഗോൾ കയറാതെ പോയത്. അതായത് ബോക്സിലേക്ക് സ്വതന്ത്രമായി കൊൽക്കത്ത താരങ്ങൾ വിഹരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒരു ആധിപത്യം അവർക്ക് ആണ് കൂടുതൽ ഇപ്പോൾ. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? തീർച്ചയായും മത്സരത്തിൽ കൊൽക്കത്തയ്ക്ക് വ്യക്തമായ ആധിപത്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണണം. അതിനിടയിൽ കേരളത്തിന് ഒന്നോ രണ്ടോ അവസരങ്ങൾ കിട്ടിയതൊഴിച്ചാൽ തികച്ചും വ്യത്യസ്തമായി ഡിഫൻസീവായ ഒരു തന്ത്രം മെനയുന്ന രീതിയിൽ ഫോർമേഷൻ രൂപീകരിച്ച് അല്ലെങ്കിൽ ടീം ലൈനപ്പ് ഉണ്ടാക്കിയ ശേഷം ആക്രമണ ഫുട്ബോൾ തന്നെ കളിക്കുന്ന കൊൽക്കത്തയാണ് നമ്മൾ കണ്ടത്. അത് അവർ പ്രയോഗിച്ച ഒരു തന്ത്രമായിരുന്നു എന്ന് വേണം കാണാൻ. അതാണ് അവർ കളത്തിൽ പ്രതിഫലിപ്പിക്കുന്നത്. അതിൽ കേരളം ഒന്ന് പതറിപ്പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വ്യക്തമായി ഏത് താരത്തെ പൂട്ടണമെന്നറിയാതെ കേരള താരങ്ങൾ വലയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. കൊൽക്കത്ത നേടിയ ഗോൾ തന്നെ അതിനൊരു ഉദാഹരണമാണ്. ജിങ്കൻ വ്യക്തമായി കവർ ചെയ്യുന്ന എന്ന രീതിയിൽ നിന്നെങ്കിലും ചെറിയ പിഴവ്, ജിങ്കന് വന്ന ഒരു അശ്രദ്ധ മുതലെടുത്ത് പന്തിലേക്ക് നോക്കാതെ ജിങ്കൻ ശ്രദ്ധിക്കാതെ ഒരു നിമിഷം മുതലെടുത്ത് ആ ഗോൾ കയറുകയായിരുന്നു. ഇതാണ് കേരളത്തിന് പറ്റുന്ന അബദ്ധം. വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഇല്ലാതെ ഇപ്പോൾ ഉഴറുന്ന ഒരവസ്ഥയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടും രണ്ടാം പകുതിയിൽ അതിന് മാറ്റം വരുത്താൻ കോപ്പൽ ആലോചിച്ച് കാണാം. ആദ്യ പകുതിയിൽ കൊൽക്കത്ത പ്രയോഗിച്ച തന്ത്രത്തിന് മറുതന്ത്രം ഒരുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. വ്യക്തമായ ഒരു ഡിഫൻസ് നമുക്ക് ഇല്ലാതെ പോയി. എതിർ താരങ്ങളെ കൃത്യമായി മാർക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവർക്ക് കളത്തിൽ ഇഷ്ടം പോലെ ഇടം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. കൂടുതൽ പന്ത് കാലിൽ വെച്ച് കളിക്കാൻ കൊൽക്കത്തക്കാർക്ക് സാധിക്കുന്നു. അവരുടെ പാസിംഗ് ഗെയിം അല്പമെല്ലാം ഭേദപ്പെട്ട രീതിയിൽ കളിക്കാൻ സാധിക്കുന്നു. ജാവിലാറ ഇല്ലാത്ത കുറവ് അറിയാതെ കളിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ട് ആദ്യ പകുതി തീർച്ചയായും കൊൽക്കത്തയ്ക്ക് സ്വന്തമായി എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞതുപോലെ വ്യക്തമായ ഒരു ഡിഫൻസ് പ്ലാൻ ഇല്ലാതെ പോയി എന്നുള്ളത്. അതിനുമപ്പുറം ഈ റഫിയുടെ ഗോളിനെ നമുക്ക് എങ്ങനെയാണ് പ്രത്യേകം എടുത്ത് കാണാൻ കഴിയുക? പ്രത്യേകിച്ച് ആ നോർത്ത് ഈസ്റ്റിനെതിരെ കയറുമായിരുന്ന ഗോള് പോലെ അതിമനോഹരമായ ഒരു ഹെഡർ എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ ആവുക. മെഹ്താബ് ഹുസൈന്റെ ആ ക്രോസിൽ എങ്ങനെയാണ് അതിന്റെ സവിശേഷത? തീർച്ചയായും നമുക്കറിയാം റാഫി എന്ന താരം ഈ ISL കേരള ടീമിൽ ആദ്യ 11-ൽ ഇടം പിടിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഹൈ ബോളുകളിലുള്ള അദ്ദേഹത്തിന് ഹെഡറിലുള്ള മികവ് കൊണ്ട് മാത്രമാണ് കോപ്പൽ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത്. പലപ്പോഴും നാസോന് മുന്നിൽ അദ്ദേഹത്തെ വെച്ച് ഒരു ആക്രമണം ഒരുക്കാൻ തന്നെ തയ്യാറാകുന്നത് ഹൈ ബോളുകൾ, സൈഡ് ക്രോസുകളും കോർണർ കിക്കുകളും മറ്റും ഹെഡറിലൂടെ റാഫി ഗോളാക്കാനുള്ള ഒരു സാധ്യത മുതലെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ടീമിലെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനോട് നീതി പുലർത്താൻ ഇന്നത്തെ മത്സരത്തിൽ റാഫി ഇടയ്ക്കൊന്ന് മങ്ങി നിൽക്കുകയായിരുന്നു. വിനീതിന്റെ പ്രഭാവത്തിൽ റാഫി തീർത്തും മങ്ങിപ്പോയൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്ന് തന്റെ പ്രതിഭയോട് നീതി പുലർത്താൻ കഴിയുന്ന ഒരു ഹെഡർ തന്നെയായിരുന്നു. തീർത്തും എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന ഒരു ഹെഡർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായി ഗോളിൽ നിൽക്കുന്ന പൊസിഷൻ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ ഒരു ആംഗിളിലേക്ക് അദ്ദേഹം തന്റെ തല കൊണ്ട് പന്ത് ചെത്തിയിടുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെ വേണം. കൊൽക്കത്തയുടെ ഗോളിനേക്കാൾ എന്തുകൊണ്ട് മനോഹരമായ ഒരു ഗോൾ കേരളത്തിന്റെ ഗോൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഹെഡർ അത് നമുക്ക് കാണാൻ കഴിയും. സുദേശ് തുടരുക. എന്തായാലും വിനീതിന്റെ വീട്ടിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഞങ്ങളുടെ പ്രതിനിധി PV ജോഷില അവിടെ ഉണ്ട്. ജോഷില, എന്താണ് നിലവിലെ അവസ്ഥ? വലിയ തരത്തിലുള്ള ആവേശമാണോ? അരുൺ, എല്ലാ കണ്ണുകളും ഇപ്പോൾ സ്ക്രീനിലാണ്. എല്ലാവരും കളിയുടെ ആവേശത്തിലാണ്, കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും CK വിനീതിലേക്കും ഒപ്പം ആര് ഗോൾ നേടുമെന്നുള്ള ആകാംക്ഷയിലുമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഒരു പ്രതികരണങ്ങൾക്കുള്ള സാധ്യതയൊന്നും ഈ ഘട്ടത്തിൽ ഒരു പക്ഷേ ഉണ്ടാവുകയും ചെയ്യില്ല എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും സുദേശ്, ഇവിടെ ഇത്തരത്തിലാണ് കളി മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് ഇതിന്റെ ഒരു റിസൾട്ട് എന്താവുമെന്നാണ് നിലവിൽ കരുതാനാവുക. കാരണം അങ്ങേയറ്റം ഭയക്കേണ്ട സാഹചര്യമായിരുന്നു ഇതുവരെ കളി കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രകടനമല്ല ഇന്ന് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എത്രയെല്ലാം ആരാധക പിന്തുണയും എന്തും നമ്മുടെ ടീമിനോടുള്ള സ്നേഹവും എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ആശാവഹമായ ഒരു പ്രകടനമല്ല. ആരോൺ ഹ്യൂസ് എന്ന മാർക്കി താരം പ്രതിരോധത്തിൽ നിന്നും പരിക്കേറ്റ് പിന്മാറിയതോടുകൂടി കേരളം ഒന്ന് പതറിപ്പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
എന്നാൽ ആ ഗോൾ നേടിയപ്പോൾ നേരിയ ഒരു ആധിപത്യം ഉണ്ടായിരുന്നു. അത് മിനിറ്റുകൾ കൊണ്ട് തന്നെ കേരളത്തിന് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച. ആ ഗോളിന്റെ ആധിപത്യം ഒന്നാം പകുതിയിൽ സൂക്ഷിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായും കേരളത്തിന് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആവുമായിരുന്നു. അതുപോലും സാധിച്ചില്ല. ഇപ്പോൾ കേരളം ഏത് നിമിഷവും ആരും ഗോളോ നേടാവുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത്. രണ്ടാം പകുതിയിൽ അല്പം കൂടി ഭേദപ്പെട്ട രീതിയിൽ ആക്രമിച്ച് കളിക്കാൻ കേരളം തയ്യാറാവുന്ന ഒരു കാഴ്ചയാണ് ആദ്യ 5 മിനിറ്റുകളിൽ കാണുന്നത്. ഈ രീതിയിൽ കുറെ കൂടെ അഗ്രസീവായി കളിക്കാൻ കഴിയുകയാണെങ്കിൽ മെഹ്താബ് ഹുസൈനെ പോലുള്ളവർ അവസരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വരുന്ന കാഴ്ച, ഡിഫൻസീവ് മിഡ്ഫീൽഡറായി അദ്ദേഹം മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് കേരളത്തിനെ സംബന്ധിച്ച്, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഈ ഫൈനലിൽ നല്ലൊരു ലക്ഷണമാണ്. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. നേരെ മറിച്ച് കൊൽക്കത്തയെ ആക്രമിക്കാൻ വിടുകയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ യൂസിനെ നഷ്ടമായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾക്ക് അത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ മൊളീന തന്റെ അന്തിമഘട്ടത്തിൽ ജാവി ലാറയെ കൂടെ ഇറക്കി കൂടുതൽ പ്രഷർ ചെലുത്താൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കേരളം കുറച്ചുകൂടി ആക്രമണാത്മകമായ ഫുട്ബോൾ കളിക്കുന്നത് തന്നെയാണ്. ഡിഫൻസിലേക്ക് വല്ലാതെ തിരിയാതെ ഡിഫൻസിനെ അല്പം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആക്രമണത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു ശൈലി അവലംബിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ 30 മിനിറ്റിനുള്ളിൽ നമ്മൾ കണ്ടതാണ് എത്ര അപകടകരമായ നീക്കങ്ങൾ, പ്രത്യേകിച്ച് സമീർ ഡ്യൂട്ടിയെ അപകടകരമായി ആ ബോക്സിലേക്ക് മേയാൻ വിടുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു. അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് രണ്ടാം പകുതിയിൽ ഒരു സ്ട്രാറ്റജിയിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്താണ് കാണാൻ കഴിയുക? ഇല്ല, ഇപ്പോൾ നിലവിൽ ഇഷ്ഫാഖ് അഹമ്മദ് തന്നെയാണ് ആ വിങ്ങിൽ കളിക്കുന്നത്. ഇഷ്ഫാഖിനെ വളരെ അനായാസം ദൗത്യം ഓടി തോൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ നിരവധി തവണ കണ്ടു കഴിഞ്ഞു. ആ ക്രോസുകളെല്ലാം കൃത്യ രീതിയിൽ കണക്ട് ചെയ്യാൻ ആളില്ലാതിരുന്നതാണ് കൊൽക്കത്തയ്ക്ക് വിനയായത്. സമീർ ദൗത്തി ആ വിങ്ങിലൂടെ നിരന്തരം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അതിന് പകരം വയ്ക്കാവുന്ന ഒരു തന്ത്രം കോപ്പൽ അവലംബിച്ചതായി കാണുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ അല്പം ആക്രമിച്ച് കളിക്കുന്നത് കൊണ്ട് കൊൽക്കത്തയുടെ ആക്രമണങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്രമണത്തിൽ കൊൽക്കത്ത അല്പം പിൻവാങ്ങി കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ശരി സുദേശ്, മറ്റ് വിവരങ്ങൾക്ക് കൂടി എന്തായാലും അല്പസമയത്തിന് ശേഷം ബന്ധപ്പെടാം. അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കടന്നു പോകുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. ഐഎസ്എല്ലിൽ ഈ നിമിഷം വരെ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടി. എന്തായാലും 44-ാം മിനിറ്റിൽ ഗോൾ മടക്കുകയും ചെയ്തു അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. എന്തായാലും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നു പോകുന്നത് എന്നുള്ളത്. കാരണം കളത്തിൽ മുൻതൂക്കം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക് തന്നെ ആണ് എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളുടെ പ്രതിനിധി പി വി ജോഷില ചേരുന്നു CK വിനീതിൻ്റെ നാട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും. ജോഷില, എങ്ങനെയാണ് പൊതുവിലെ ഒരു അവസ്ഥ? കാരണം നിരാശാജനകമായ ഒരു സാഹചര്യമാണോ? ആദ്യം ഒരു ഗോൾ ഉണ്ടായിരുന്നു കേരളത്തിന്, അതിന്റെ മുൻതൂക്കം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും അവർക്കായില്ല. പൊതുവിൽ വിനീതിന്റെ നാട്ടുകാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അരുൺ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനീതിലെ നാട്ടുകാർ അത് വളരെ സാഗൂതം എന്ന് പറയണം, വളരെ ഇതായി സ്ക്രീനിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ഈ കളിയുടെ ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവരെങ്ങനെയാണ് വിനീതിന്റെ കളിയെ കാണുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാം. കേരളത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് വേണ്ടിയുള്ള കളി തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പകുതി സമയം കഴിഞ്ഞിരിക്കുന്ന ഈ അവസരത്തിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിനീതിന്റെ നാട്ടുകാരായ ഞങ്ങളുമൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള പ്രകടനം ഞങ്ങൾ ആകാംക്ഷയോടെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ വിജയത്തിന് വേണ്ടി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. കളി നല്ല കളിയാണ്, നല്ല കളിക്കുന്നുണ്ട്. വിനീതിന്റെ പ്രകടനം മോശമില്ല, നല്ല പ്രകടനമാണ്. മോശമില്ല, നല്ല മോശമില്ല. ഒന്നുമില്ല, കളി നല്ല ഗംഭീരമായിട്ട് പോകുന്നു. നല്ല കളിയാണ്. വിനീത് എന്തായാലും ഒരു ഗോളും കൂടി അടിക്കുമെന്ന് വിചാരിക്കും. കളി ജയിക്കും തീർച്ചയായും. ഇതുവരെ നല്ല കളിയായിരുന്നു കളിച്ചത്. ഇനിയുള്ള കളി എന്തായാലും ജയിക്കുമെന്ന് വിചാരിക്കും. വിനീത് എന്തായാലും ഒരു ഗോൾ അടിക്കും തീർച്ചയായും. അരുൺ, ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ്. വിനീതിൽ നിന്നും ഒരു ഗോൾ, അത് ഇപ്പോഴും വിനീതിന്റെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വിനീത് ഗോൾ അടിക്കും, ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് അവരിപ്പോഴും ഉള്ളത്. എല്ലാ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ നാട്ടിൽ എത്തിയിട്ടുണ്ട്. നാട്ടിലുള്ള എല്ലാവരും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ അവർ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതെല്ലാം ഈ നാടിന്റെ ഒരു പ്രതികരണം എന്ന് വേണം കാണാൻ. നാട് മുഴുവൻ ഒറ്റ ശ്വാസം വെച്ചുകൊണ്ട് കാണുകയാണ്. ഒറ്റ ശ്വാസത്തിൽ സ്ക്രീനിലേക്ക് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. അരുൺ, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സന്തോഷകരമായ വാർത്ത. എന്തായാലും മത്സരത്തിൻ്റെ ഇതുവരെയുള്ള മിനിറ്റുകൾ പൂർത്തിയായിരിക്കുന്നു. CK വിനീതിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി പി വി ജോഷില
തന്നെ ചേരുന്നു. ജോഷിൽ, എന്താണ് നിലവിലെ ഒരു അവസ്ഥ? And an important part in getting their team here. They did a great job, Belancoso. Molina. സുദേശ് കൂടി ചേരുന്നുണ്ട്. സുദേശ്, എങ്ങനെയാണ് മത്സരത്തിന് നിലവിലെ ഒരു ഗതി? ഏതെങ്കിലും തരത്തിലുള്ളൊരു മേധാവിത്വം കേരളത്തിന് നിലവിൽ അവകാശപ്പെടാനാകുന്നുണ്ടോ? അരുൺ, ഇപ്പോൾ ഏകദേശം തുല്യ ശക്തികളുടെ പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇരു ടീമുകളും ഗോളിനായി ശ്രമിക്കുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ്. ഇപ്പോൾ കാണികൾക്ക് എന്തുകൊണ്ടും അല്പം അവർക്ക് ആഹ്ലാദം നൽകുന്ന ഒരു കളി തന്നെയാണ് ഇരു ടീമുകളും കാഴ്ചവെക്കുന്നത്. ഗോൾ നേടുക എന്നൊരു വാശിയോടുകൂടി തന്നെയാണ് ഇരു ടീമുകളും കളിക്കുന്നത്. അത് രണ്ടാം പകുതിയിൽ കുറെ കൂടി നല്ല രീതിയിൽ ആക്രമണങ്ങൾ നടത്താൻ കേരളത്തിന് സാധിക്കുന്നുണ്ട്. ബെൽഫോർട്ടും മറ്റും നല്ല മികവിൽ കളിക്കുന്നുണ്ട്. നാസോൺ പലപ്പോഴും പന്ത് സ്വീകരിക്കാൻ കൃത്യസ്ഥാനത്ത് വന്നു നിന്ന് അദ്ദേഹവും ഭേദപ്പെട്ട കളി കളിക്കുന്നുണ്ട്. മലയാളി താരങ്ങളും വിനീത് ഇന്ന് അല്പം ഫോം ഔട്ട് ആണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു നമ്മൾ തെറ്റല്ലാന്ന് തോന്നുന്നു. ആവേശമെല്ലാം ശരിവെക്കുന്നു. എങ്കിൽ പോലും റാഫി കുറെ കൂടി ഇന്ന് ഭേദപ്പെട്ട് കളിക്കുന്നുണ്ട്. വിനീതിന് അത്രത്തോളം തന്റെ പതിവ് ഫോമിലേക്ക് ഉയരാനോ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടിയാണ്. സുദേശ്, മറ്റ് വിവരങ്ങൾക്ക് കൂടി വരാം അല്പസമയത്തിനകം ശേഷം. ഇപ്പോൾ ദേവദാസ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദേവദാസ്, നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്, കാരണം കളത്തിൽ ഒരല്പം മേൽക്കൈ ഉള്ളത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കാണ്. പക്ഷേ ഈ ആദ്യ മിനിറ്റുകളിൽ ഇത്രത്തോളം മേധാവിത്വം അവർ പുലർത്തുമെന്ന് കരുതിയിരുന്നില്ല. ഒരുപക്ഷെ ആദ്യ ഒരു 10 മിനിറ്റിൽ തന്നെ 3ഓളം ഗോളുകൾ കയറേണ്ടതായിരുന്നു. ആ സാധ്യതയും ഉണ്ടായില്ല. കേരളത്തിന് ആദ്യ ഗോൾ 37-ാം മിനിറ്റ്, 44-ാം മിനിറ്റിൽ അത് മടക്കുകയും ചെയ്തു. എങ്ങനെയാണ് താങ്കൾ പൊതുവിൽ കാണുന്നത്? ഈ ഫസ്റ്റ് ഹാഫില് അത് ഈ ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയെല്ലാം കളിച്ചാലും സാധാരണ സെക്കൻഡ് ഹാഫിലാണ് കൊച്ചി ബ്ലാസ്റ്റേഴ്സ് കളിക്കല്. സെക്കൻഡ് ഹാഫില്. അപ്പൊ ഫസ്റ്റ് ഹാഫില് ഇങ്ങനെ റൺ ഓഫ് പ്ലേന്റെ എതിരെയാണ് റാഫി ഗോൾ അടിച്ചിട്ട് 1-0 അത് ആ മിനിറ്റിന് ഹാഫ് ടൈമിന് മുമ്പേ കൽക്കട്ടക്ക് മടക്കാൻ പറ്റിയത്. അപ്പോ ശരിക്കും പറഞ്ഞാല് അത്ലറ്റിക്കോ കൽക്കട്ടക്കാണ് മേധാവിത്വം എങ്കിലും ഫസ്റ്റ് ഹാഫില് സാധാരണ ഈ മാച്ച് പ്രകാരം നോക്കുവാണെങ്കിൽ എല്ലാ കളിയിലും ഞങ്ങൾ ഫസ്റ്റ് ഹാഫില് ഒരു ഡ്രോ പോലെ ഡിഫൻസീവ് കളിച്ച് ഡ്രോ പോലെ ആക്കി സെക്കൻഡ് ഹാഫില് അറ്റാക്ക് ചെയ്ത് ജയം നേടുന്ന ഒരു അവസ്ഥയാണ് ലാസ്റ്റ് ഈ കൊച്ചി മാച്ചസിൽ കണ്ടത്. അപ്പൊ ആ സ്ട്രാറ്റജി വെച്ചിട്ടാണെങ്കിൽ കൊച്ചി ബ്ലാസ്റ്റേഴ്സിനാണ് അഡ്വാൻറ്റേജ്. എന്താ പറയാ, ലാസ്റ്റ് 20 മിനിറ്റ്സിൽ കൊച്ചി ബ്ലാസ്റ്റേഴ്സിന്റെ ആണ് ഈ റിസർവ് ഇപ്പൊ കോപ്പല് അതിനെ കണക്ക് കൂട്ടിയിട്ട് കോപ്പലിൽ ഒരു മൂവ് നടത്തും, ഒരു റിസർവ് ബെഞ്ചിൽ നിന്ന് 2 മൂവ്. അപ്പൊ ഒരു പക്ഷേ ടോട്ടൽ കളി നോക്കുമ്പോ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ് ഓർഗനൈസ്ഡ് കളി കളിക്കുന്നത്. എന്ന് പറഞ്ഞാല് വിങ്സിൽ നല്ലത് അവരാണ്, അറ്റാക്കില് നല്ല, പിന്നെ അൺലക്കി ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഈ അൺലക്കിനെസ് കളി മാച്ച് കൂടും തോറും ഇത് പോയിക്കൊണ്ട് വന്നാൽ അവരെ കോൺഫിഡൻസ് പോകും. അവിടെയാണ് കൊച്ചിൻ ബ്ലാസ്റ്റേഴ്സിന് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥിതിയില്ല. ഇപ്പോ ഒരു ഷോട്ടും കൂടി അതിപ്പം കണ്ടില്ലേ, ആ ലോങ് ഷോട്ട്സ് എല്ലാം അവര് ഗോളിലേക്ക് തന്നെ അടിക്കണം. അപ്പൊ എത്രത്തോളം ഈ മിനിറ്റിൽ ഗോൾ വീണിട്ടില്ലെങ്കിൽ, ഈ ഒരു 5 മിനിറ്റിൽ കൽക്കട്ടക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ കളി ബ്ലാസ്റ്റേഴ്സിനാണ്. കളി ഇപ്പൊ ഒരു 80-85 മിനിറ്റ് വരെ പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനാണ് അഡ്വാൻറ്റേജ് വരിക കളി. അപ്പം അവരെന്തായാലും ഈ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു ഓൾ ഔട്ട് അറ്റാക്ക് ലാസ്റ്റ് 10 മിനിറ്റിൽ ഒരു എടുക്കലാണ് സാധാരണ കാണുന്നത് കൊച്ചിയിൽ ജയിച്ച കളിയിലെല്ലാം ലാസ്റ്റ്. അപ്പം പിന്നെ ആ ഒരു ഇത് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആണ് ഇപ്പം ഒരു അഡ്വാൻറ്റേജിൽ ഉള്ളതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ആദ്യ ഒരു 30 മിനിറ്റുകളിൽ ആ മിഡ്ഫീൽഡിൽ മാത്രമായിരുന്നു പന്ത് കിടന്നിരുന്നത്. അതായത് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിൽ. ബ്ലാസ്റ്റേഴ്സിന് അത് ടച്ച് ചെയ്യാൻ പോലും ആ 30 മിനിറ്റുകളിൽ അപൂർവമായ അവസരമാണ് ഉണ്ടായത്. ഇപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ആ സ്ട്രാറ്റജിയിൽ ഒരു മാറ്റം നിലവിൽ വന്നിട്ടുണ്ടോ? അവിടെ എന്താ പറയാ, ഈ സെക്കൻഡ് ഹാഫിലാണ് സാധാരണ, അതാണ് ആ സെക്കൻഡ് ഹാഫിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഈ കോപ്പലിന് എന്താണ് ഒരു പ്രോബ്ലം ഉണ്ട്. ഞങ്ങളെ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ടീം ഒരു ഓർഗനൈസ്ഡ് ടീം അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സീസണില് ബ്ലാസ്റ്റേഴ്സിന്റെ ടീമാണ്. അവരെ ആ തെരഞ്ഞെടുത്ത കളിക്കാരൊന്നും അത്ര ഒരു വലിയ ഒരു ഇമ്പാക്ട് പ്ലേയേഴ്സ് അല്ല. ഇംപ്ലസ്. അപ്പൊ കോപ്പൽ എന്ന കോച്ചിന് ഉള്ള കളിക്കാരെ വെച്ച്
മാക്സിമം ആക്കിയിട്ടാണ് ഈ നിലയിലെങ്കിലും എത്തിയത് ബ്ലാസ്റ്റേഴ്സ്. അപ്പൊ കോച്ചിന്റെ സ്ട്രാറ്റജിയാണ്. അപ്പൊ കോച്ച് ഫസ്റ്റ് ഹാഫിൽ കണ്ടു ബ്ലാസ്റ്റേഴ്സ് വാരിപ്പോയതാണ് കാണുന്നത്. മിഡ്ഫീൽഡ് എന്താ പറയുക, ഈ ബോജെ മറ്റേ അവരാണ് കൺസിസ്റ്റന്റ് കളിക്കാറ്. അവരെ മിഡ്ഫീൽഡ് ഈ ടൂർണമെന്റിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സിന് ഒരു തകർച്ചയായിരുന്നു. ഈ ഡിഫൻസും ഫോർവേഡും കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ ഇങ്ങനെ എത്തിയത്. അപ്പൊ അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോൾ എന്ത് ചെയ്ത് ഈ ഓടിക്കാൻ ഈ വിനീത് ഇപ്പൊ ഓടാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വിനീതിന് ഒരു ഫ്രീ സ്പേസ് കൊടുത്തതിലും നല്ലത് എനിക്ക് തോന്നുന്നു പെനാൾട്ടി ബോക്സിൽ വിനീതിന് ഒരു സ്ട്രൈക്കറാക്കി വെച്ച് ബാക്കിൽ ഒരു ഇതിലേക്ക് ബെൽഫോർട്ട് അങ്ങനത്തെ നിലയിലേക്ക് ഒരു കളി മെനീന്യ നല്ലെന്നാ തോന്നുന്നത്. എന്താ പറയാ, വിനീതാണ് ഒരു ഡേഞ്ചർ. അവരെ ഒരു മാർക്കി പ്ലെയർ വിനീതാണ്, മാർക്ക് പ്ലെയർ വിനീതാണ് അവരുടെ ഡിഫൻസിന്. അപ്പോ നമ്മൾ ആ ഇമ്പാക്ട് പ്ലേയേഴ്സിനെ മാക്സിമം എന്താ പറയാ, അവര് വിനീതിനെ നല്ലോണം മാർക്ക് ചെയ്തിരിക്കുന്നു ഇപ്രാവശ്യം. വിനീതിന് അങ്ങനെ ഒരു ഫ്രീ സ്പേസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മിഡ്ഫീൽഡിലും പോയി ഫോർവേഡിൽ ആ ഫ്രീ സ്പേസും പോയോണ്ടാണ് ഞങ്ങൾ ആ ആദ്യത്തെ 30 മിനിറ്റിൽ ഒരു ഫ്രീസ്ഡ് ആയിട്ട് തോന്നിയത് അത്. അപ്പൊ നമ്മൾ എന്തായാലും കോപ്പൽ ഈ ലാസ്റ്റ് ഒരു 15 മിനിറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു മാസ്റ്റർ സ്ട്രോക്ക് കോച്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ചില സമയം സ്ട്രൈക്കറായിട്ട് ഈ ചോപ്രേനെ പോലത്തെ ഇംഗ്ലണ്ട് അങ്ങനത്തെ ഈ വെറും ഒരു സ്ട്രൈക്കർ, ഒരു ഓപ്പർച്യൂണിസ്റ്റിക് സ്ട്രൈക്കർ വരാനുള്ള സാധ്യതയാണ് എൻ്റെ ഒരു ഇതിൽ കാണുന്നത്. അതെ, ഈ ലെഫ്റ്റ് വിങ്ങിൽ ആദ്യം കുറച്ച് സമയം വിയർക്കുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അതൊന്ന് മേക്കപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ ഇപ്പോ? അതാണ് ഈ ബ്ലാസ്റ്റേഴ്സിന് ഈ വിങ്ങില് എന്താ പറയാ, വിങ് മാത്രമാണ് അത്. എന്താ പറയാ, കോച്ചിന്റെ ഒരു ശൈലിയാണ്. എന്താ പറയാ, അവർ ഈ ഇംഗ്ലണ്ടുകാരെല്ലാം ഈ വിങ്ങിനെ കേന്ദ്രീകരിച്ചത്, ഈ കോപ്പൽ എന്ന് പറയുന്ന ആളിനെ ഒരു വിങ്ങർ ആയതുകൊണ്ട് വിങ്ങിനെ കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ് ഉടനീളം പോയത്. മൊളിനി എന്ന് പറഞ്ഞ കോച്ച് മറ്റേ ടിക്കറ്റൊക്കെ പോലെ മിഡ്ഫീൽഡിനെ കൺട്രോൾ ചെയ്തിട്ടുള്ള പാസസ്, അതുകൊണ്ടാണ് പൊസഷൻ. അതിപ്പോ നോക്കണ്ട, എന്താ പറയാ, ഈ ഫൈനലിന് ഇനി ഈ പൊസഷൻ ശരിക്ക് എപ്പോഴും ഇവർക്ക് തന്നെ അത്ലറ്റിക്കോ നിങ്ങളെ ആ ഇതില് ആ ഗ്രാഫ് നോക്കിയാൽ തിരിയും അവർ തന്നെയായിരിക്കും അധികം. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കോപ്പൽ ഒരു മൂവ്മെന്റ്സിന് കാത്തു നിൽക്കുന്നതാണ്. ഇത് ഈ ഓപ്പർച്യൂണിസ്റ്റിക് വൾച്ചറിനെ പോലത്തെ ഒരു മൂവ്മെന്റ്, ഈ ഷോക്ക് ആൻഡ് ഓ മൂവ്മെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവര് മാക്സിമം അറ്റാക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഏതെങ്കിലും ഒരു ബോൾ കിട്ടി അവരൊന്ന് ടയർ ചെയ്തിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സ് ഓൾ ഔട്ട് അറ്റാക്കിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി ആണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. എന്താ പറയുക, ലാസ്റ്റ് 10 മിനിറ്റ്സിൽ അവർക്കൊരു ഗോൾ കിട്ടിയില്ലെങ്കിലും അവർ പ്രഷറാണ്. അതിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്ക് ഒരു 80 മിനിറ്റ്സ് കഴിഞ്ഞാൽ, ഇപ്പോ 70th മിനിറ്റ് ആണ്, എന്നാൽ ഒരു 80th മിനിറ്റിൽ ഒരു ഭയങ്കരം റണ്ണിങ് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയാ, വിനീത് അതിന് വേണ്ടിയിട്ടുള്ള എനർജി സേവ് ചെയ്ത് ഗോള് വീഴാണ്ട് നോക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എടുത്തത്. അതുകൊണ്ട് മറ്റേ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തന്റെ കയ്യിലാണ് കളി മുഴുവൻ ഉള്ളതെന്നാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷെ അതിലൊരു മറ്റേ ഒരു ബ്രില്യൻ സ്ട്രാറ്റജി കോപ്പലിന്റെ അടുത്തുണ്ട് തോന്നുന്നു. എന്താ പറയാ, ഇവരിപ്പോ ഈ 70 to 80ലും ഇങ്ങനെ കളിച്ച് എങ്ങനെയെങ്കിലും സേവ് ചെയ്ത് ഗോള് വീഴാണ്ട് നിന്ന് അവരെ മാക്സിമം ടയർ ചെയ്ത് ലാസ്റ്റ് 10 മിനിറ്റ്സിൽ ഒരു ഓൾ ഔട്ട് അറ്റാക്കിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പം എന്റെ ഒരു ഇതില് ഈ കളി കാണുമ്പോൾ ആ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് പോകുന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഈ ആദ്യം ഒരു ഗോൾ വീണതിന് ശേഷം ആ ഒരു ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമമായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത് ഏറെക്കുറെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനുള്ള സാധ്യതയുണ്ടോ നിലവിൽ ഈ ലക്ഷണം കണ്ടിട്ട്? അതാണ്, ഇനി ഓൾ ഔട്ട് അറ്റാക്ക് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ കളി കാണുമ്പോൾ എന്താ പറയാ, അവരെ കയ്യിലാണ് കൺട്രോൾ മുഴുവൻ അവരുടെ കയ്യിൽ. അവര് നമ്മളെ എന്താ പറയാ, ഈ നെക്ക് ഈ കഴുത്ത് പിടിച്ച പോലെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എന്താ പറയാ, ഇത്രയും നല്ല കൺട്രോളിൽ ആരും കണ്ട. അവരിപ്പോ ഒരു 4 ഗോൾ അടിക്കേണ്ട ഇതായി. അതാ എന്റെ ആദ്യത്തെ എന്റെ ഇതിൽ മനസ്സിൽ 3-0 അത്ലറ്റിക്കോ ജയിക്കുന്നതാണ്. എന്താ പറയാ, അവർക്ക് മിഡ്ഫീൽഡ് അവരെപ്പോഴും ഒരു കൺട്രോളിൽ കണ്ട. ഇപ്പൊ ഒരു കോർണർ ഉണ്ട്. അപ്പോൾ അവരെ മുഴുവൻ അവരെ
കളിയിൽ ഈ 70 മിനിറ്റ്സ് കളി പറയുകയെങ്കിൽ നമ്മളൊന്നും പറയില്ലേ, ദേ ആർ ഇൻ ആബ്സല്യൂട്ട് കൺട്രോൾ. പക്ഷെ ഈ കൺട്രോൾ എപ്പോഴും ഒരു ഡേഞ്ചറസ് ഒരു ഇതുണ്ട്. എന്താ പറയുക, നമ്മളൊരു ഈ 1986 ഈ ബ്രസീൽ വേൾഡ് കപ്പിൽ ഫ്രാൻസ് ആയിട്ട് ദേ വർ ഇൻ കൺട്രോൾ. 90 മിനിറ്റ്സ് ഓരോ കൺട്രോളിലേനു ഈ എത്ര 8 ഗോളിനെങ്കിലും ജയിക്കുന്നു വിചാരിച്ചു. പക്ഷെ അവസാനം കളികളും കഴിഞ്ഞ് ഇത് എക്സ്ട്രാ ടൈം കഴിഞ്ഞ് മറ്റേ ഇത് പെനാൽറ്റിയിൽ അവർ തോറ്റു. ഏറ്റവും ഫേവറേറ്റ് 82-ലെ ഏറ്റവും നല്ല 86 ഏറ്റവും നല്ല ടീമായിരുന്നു 82 ആൻഡ് 86 ബ്രസീൽ. അവരാണ് പുറത്തായത്. അതേപോലെയാണ് ഇത് സംഭവിച്ചത്. എന്താ പറയുക, ഇവർ കളിച്ചാൽ ഇപ്പൊ ഈ കോച്ചിനെ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ഈ അത്ലറ്റിക്കോ കോച്ചിനാണ് ഏറ്റവും വലിയ പ്രഷർ വരിക. ഈ ഒരു 80th മിനിറ്റില് മറ്റേ നിങ്ങൾ അപ്പുറത്തെ കോച്ചിനെ നോക്കിയാൽ അയാൾക്ക് 80th മിനിറ്റ് വരെ ഗോൾ അടിക്കാണ്ട് വിട്ട് ഈ 1-1 പോയാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സ് ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് ഉള്ള ഈ കളിന്റെ നേരെ ഒരു തിരിച്ചിട്ട് വരും എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. അതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പം കളിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന. ഞങ്ങൾ പറയില്ലേ ഈ 7th എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയിട്ട് പിടിച്ചു നിന്നോന്ന് പറയാൻ നമ്മളൊരു ലോക്കൽ കോച്ച് പറയും, എങ്ങനെയെങ്കിലും തൽക്കാലം ഗോൾ അടിക്കാണ്ട് ഒന്ന് നോക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സ്ട്രാറ്റജി. എന്താ പറയാ, നമ്മളെ കയ്യിലേ ഇല്ല, അവരെ കയ്യിൽ കൺട്രോൾ ആണ്. എന്താ പറയാ, മിഡ്ഫീൽഡ് അത്ര ഞങ്ങൾ ഈ മിഡ്ഫീൽഡ് അത് ആ കളിക്കാർ സെലക്ട് ചെയ്ത ഒരു കുഴപ്പമുണ്ട്. അത് കോപ്പലിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കോപ്പൽ ഉള്ളത് വെച്ച് അതിന്റെ മാക്സിമം ആണ് ഒരു കോച്ചിന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അല്ലേ. അതിപ്പോ വിനീത് വന്നോണ്ട് മാത്രമാണ് ഞങ്ങൾ ഫൈനലിൽ എത്തിയത്. ഈ വിനീതിന്റെ സ്ട്രൈക്ക് ഇല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് വുഡ് ഹാവ് ബീൻ ബസ്റ്റേഴ്സ് ആയിട്ടുണ്ടാവും, 6ാം സ്ഥാനം ആയിട്ടുണ്ടാവും. ആ വിനീതിന്റെ ഒറ്റ സ്ട്രൈക്കിംഗ് പവറിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. പക്ഷെ വിനീത് ഒരു 3 കളിയായിട്ട് വിനീത് മിഡ്വേ ത്രൂ ആണ് വന്നത് അരുൺ. അപ്പോ മിഡ്വേ ത്രൂ വന്നോണ്ട് ഇവർക്ക് അവന്റെ കളീനെ പറ്റി ഈ AFC ആ ഫൈനലിൽ എത്തിയതും ഇവർ അത്ര ഒരു റീഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു 5 ഗോൾ അടിച്ച ശേഷം എല്ലാ കോച്ചസും വിനീതാണ് കീ പ്ലെയർ എന്നുള്ളത് അവന്റെ ഇതിനു വേണ്ടി. അപ്പൊ ഈ ഡെഡ്ലി കോച്ച് ഈ കോച്ചിന് സ്പാനിയർഡിന് നല്ല ഈ ഡിഫൻസീവ് ഇത് അറിയുന്നുണ്ട്. വിനീതിനെ കണ്ടില്ലേ, ആദ്യം മുതൽ ആ ഫ്രീ സ്പേസ് അനുവദിക്കില്ല. പിന്നെ ബെൽഫോർട്ടോ ആ ലോങ് റൺ ആ ഡൈനാമോസിനെ പോലത്തെ ഇതില്ല. എന്താ പറയാ, ബെൽഫോർട്ടോ എടുക്കുമ്പോൾ തന്നെ അവന് സ്പേസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സ്പേസ് കൊടുത്താൽ അവൻ മിഡ്ഫീൽഡിൽ നിന്ന് എടുത്ത് ഗോൾ അടിക്കുന്ന കണ്ടില്ലേ, 2 ഗോൾ. ആ സ്പേസസ് കുറഞ്ഞ് ഇത് വരുന്നു. അപ്പൊ ഡിഫൻസീവും മിഡ്ഫീൽഡും അവർ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അതിനെ ബ്രേക്ക് ചെയ്യണ്ടെങ്കിൽ ഇനി ഒരു 10 നമ്മൾ ഔട്ട് ഓഫ് ഇത് എന്ന് പറയും, ഔട്ട് ഓഫ് ദ ഹാറ്റ് ഉള്ള ഈ ചില മാസ്റ്റർ സ്ട്രോക്സ് ഉണ്ടാവും ഈ കോച്ചസിന്റെ ഇടയിൽ. അത് നമ്മളെ സാധാരണയുള്ള അവർക്ക് ഉണ്ടാവില്ല, ഈ എക്സ്പീരിയൻസ് കോച്ചസിനെ ഉണ്ടാവുള്ളൂ. അവരെടുത്ത് എന്തെങ്കിലും ഒന്ന് തുറപ്പിച്ചിട്ട് എന്ന് പറയുന്ന പോലത്തെ എന്തെങ്കിലും ഒന്ന് ആ ലാസ്റ്റ് 10 മിനിറ്റ്സിലെ കോപ്പൽ എടുക്കുള്ളൂ. എന്താ പറയുക, കോപ്പലിന് അറിയാം ഇതിപ്പോ നമ്മളെ കയ്യിലില്ല, തൽക്കാലം നിർത്തുക, ലാസ്റ്റ് 10 മിനിറ്റ്സ് വി ആർ ഗോയിങ് ടു ഓൾ ഔട്ട് അറ്റാക്ക് എന്നാണ് അതാണ് ഞാൻ കാണുന്നത് ഈ കളീന്റെ ഇതുവരെ പിടിച്ചു നിൽക്കലേ അതിന്റെ കയ്യിലുള്ളൂ. ഇപ്പം അരുൺ കാണുന്നത് എനിക്ക് തോന്നുന്നു ആന്റോണി ജർമ്മൻ തോന്നുന്നു ഇറക്കാൻ തോന്നുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കണ്ട. അപ്പൊ റണ്ണിങ് പവർ ഉള്ള അവരെയാണ്. അല്ലെങ്കിൽ ആ ചോപ്ര ഫിറ്റ്നസിൽ കുറവാ അല്ലെ, നല്ല സ്ട്രൈക്കർ ചോപ്രയാണ്. ബട്ട് ദേ ആർ ഗോയിങ് ഫോർ ജർമ്മൻ ആണോ എന്ന് തോന്നുന്നു. നമ്പർ 10 ഇപ്പം ഇറക്കാൻ വേണ്ടി കണ്ട. ആ 10 മിനിറ്റ്സിലേക്ക് കണ്ട 75 മിനിറ്റ്സ്. ഇനി ആ മിനിറ്റിലേക്ക് ഒരു ഫ്രഷ് എനർജി ഉള്ള ഒരു സൂപ്പർ എനർജി ഉള്ള പ്ലെയർ ആണ് വരാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, 80 മിനിറ്റ്സ് തൊട്ടിട്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് റണ്ണിങ് ആള്, ഒരു ത്രൂ ഔട്ട് റണ്ണിങ് ആൾ ഇപ്പം വരും. അതാണ് കാണുന്നത്. ISL ഫൈനൽ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടിയിട്ടുണ്ട്. ഇപ്പോൾ സുദേശ് കൂടി ചേരുന്നുണ്ട്. സുദേശ്, നിലവിലെ സാഹചര്യത്തിൽ ഒരു സാധ്യതയ്ക്കുള്ള ഒരു ജയത്തിനുള്ള സാധ്യത എത്രത്തോളമാണ് പൊതുവിൽ കേരളത്തിന്? കാരണം ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. ഇത് എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഫുട്ബോളാണ്, അവസാന നിമിഷം വരെ പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ്. എന്നാൽ ഇപ്പോൾ കളിയുടെ ഒരു ഭംഗി കൈമോശം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ വലിയ നേരത്തെ നമ്മൾ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഗോളിനായുള്ള ഒരു വാശിയേറിയ ശ്രമത്തിൽ നിന്നും ഇരു ടീമുകളും പിൻവാങ്ങുന്ന സ്ഥിതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആരാധകർ പോലും അല്പം ഒരു സംശയം തോന്നുന്ന രീതിയിലാണ് മത്സരത്തിന്റെ ഒരു ആവേശം അത് കുറവ്. കേരളത്തിന്റെ നല്ല നീക്കങ്ങൾ കാണുമ്പോൾ വലിയ ആവേശം കാണിക്കുന്നുണ്ടെങ്കിലും കാണികളിൽ പൂർണ്ണമായ ഒരു ആവേശം നമുക്ക് കാണാനാവുന്നുണ്ട്. അത് മത്സരം പോലും അല്പം തണുപ്പനായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർണായക മത്സരത്തിൽ കിട്ടുന്ന അർദ്ധ അവസരങ്ങൾ മുതലാക്കുന്നവർക്കും ആയിരിക്കും വിജയ സാധ്യത എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അല്പം കുറെ കൂടെ അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത താരങ്ങൾ കൂടുതൽ ആക്രമണത്തിന് ശ്രമിച്ച് തളർന്ന അവസ്ഥയിലാണ്. സമീപ് ദൗതിക്കും മറ്റും ആദ്യഘട്ടങ്ങളിലെ പോലെ ഓടിക്കയറാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നു. അവർ തളർന്നിരിക്കുന്നു. അത് അവരെ നിരാശരാക്കും, അല്ലെങ്കിൽ അവരുടെ പരിശീലകനെ പോലും അദ്ദേഹത്തിന് പുതിയ തന്ത്രങ്ങൾ പോലും ആവിഷ്കരിക്കാൻ സാധിക്കാത്തത്ര ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിക്കുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ച് വളരെ പെട്ടെന്ന് ഗോളുകൾ നേടി ഒരു ആധിപത്യത്തിനായിരുന്നു അവരുടെ ശ്രമം. അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അവർക്ക് ഇത്തിരി ക്ഷീണം വന്നിരിക്കുന്നു ആ ടീമിന്. ഈ ഒരു അവസരം മുതലെടുത്ത് കേരളം എത്രത്തോളം സമ്മർദ്ദം ചെലുത്തി ഗോളടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ നിർണായകമാവുക. ഇപ്പോൾ ജർമ്മനിയും ഒപ്പം തന്നെ മുഹമ്മദ് റഫീഖിനെ ഇറക്കിയിരിക്കുന്നു. ഇപ്പോൾ പുതിയ 2 കളിക്കാർ വന്നിരിക്കുന്നു. അവരുടെ ഊർജം എത്രത്തോളം ഉപയോഗിക്കപ്പെടും, അല്ലെങ്കിൽ അത് അവസരങ്ങൾ എത്തരത്തിൽ സൃഷ്ടിച്ചു കൊടുക്കപ്പെടും എന്നുള്ളതനുസരിച്ചായിരിക്കും കേരളത്തിന്റെ സാധ്യത. ഇപ്പോൾ ഹ്യൂസ് പോയെങ്കിൽ പോലും നമുക്ക് പ്രതിരോധത്തിൽ വലിയൊരു പ്രശ്നമുള്ളതായി തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നല്ല, കൊൽക്കത്ത പൂർണ്ണമായും ആക്രമണത്തിലേക്കുള്ള ഒരു നീക്കം അവർ അവസാനിപ്പിച്ചു. അവർ ഏറെക്കുറെ തളർന്നു കഴിഞ്ഞ് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് ആണ്. ഈ തളർച്ച അവർക്ക് 120 മിനിറ്റും കളിക്കാനുള്ള ശേഷിയുള്ള താരങ്ങളാണ്. എങ്കിൽ പോലും അല്പം തളർന്ന മട്ടിലാണെന്ന് തോന്നുന്നു. അതായത് ഈ ഒരു നിലവിലെ ഈ ലീഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്ക് പോവുക, അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? ആ രീതിയിൽ കളിക്കാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമം ഇരു ടീമുകളിൽ നിന്നും കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് നമുക്കറിയാം, ഗോളടിക്കുക കൊൽക്കത്ത ജാവിലാറെ ഇറക്കുന്നു, ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ ജർമ്മനെ കൊണ്ടുവരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു ഗോളിന് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെ ആയിരിക്കണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് ഒരു സമനിലയ്ക്കുള്ള കളിയായി തോന്നുന്നില്ല. 2 ടീമുകളും കിട്ടിയ അവസരങ്ങളിൽ മുന്നേറാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും അധികം ക്ഷീണിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതും ഇനിയുള്ള ഒരു തന്ത്രമാണ്. വാരി വലിച്ചോടി ക്ഷീണിച്ച് കളിക്കാർക്ക് അന്തിമ നിമിഷം വരെ കളിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അത് ടീമിനെ ബാധിക്കും. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കാൻ കളി തുടക്കത്തിലെ അവസരങ്ങൾ പോലുള്ള ഒരു കളി ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അല്പം സൂക്ഷിച്ച് മാത്രമേ കളിക്കാൻ സാധ്യതയുള്ളൂ. സാധാരണ സുദേശ്, ഈ സെക്കൻഡ് ഹാഫിലാണല്ലോ കേരളത്തെ സംബന്ധിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവാറുള്ളത്. കേരളത്തിന്റെ ഗോൾ വീഴുന്നതും ഈ ഘട്ടത്തിലാണ്. അത്തരത്തിലൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണൊരു സൂചന? അരുൺ, ഇപ്പോൾ നിലവിൽ കേരളം കളിക്കുന്നത് അത്തരം ഒരു പ്രതീക്ഷ വെച്ച് തന്നെയാണ് കേരളം കളിക്കുന്നത്. അത് നമുക്കറിയാം, കേരള ടീമിന്റെ ശക്തി എന്നുള്ളത് തന്നെ അതാണ്. എതിരാളികളുടെ വീക്ക്നെസ്, അവരുടെ ആക്രമിച്ച് കളിക്കാനുള്ള ഒരു നിര കേരളത്തിനില്ല. അപ്പോൾ സ്വാഭാവികമായും എതിരാളികളുടെ പതർച്ചയിൽ നിന്ന് മുതലെടുക്കുക, അല്ലെങ്കിൽ അവർ തളരുമ്പോൾ മുതലെടുക്കുക എന്നുള്ളത് തന്നെയാണ് കോപ്പലിന്റെ തന്ത്രം. അതിന് അവസരങ്ങൾ കിട്ടുമ്പോൾ എത്രത്തോളം മുതലെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അത് കേരളത്തിന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയ ഗോൾ ഇപ്പോൾ തന്നെ വരാനുള്ള ഒരു സാധ്യത കാണുന്നു. അതായത് ഈ ആദ്യ പകുതിക്ക് ശേഷം ഒരു ഓൺ ടാർഗറ്റ് കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല ഒരു താരത്തിന്റെ ഭാഗത്തു നിന്ന്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിട്ടില്ല മത്സരത്തിന്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രത്യേക രീതിയിൽ ഒരു തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കില്ല. ഇന്ന് പതിവ് പോലെ അവരുടെ പതിവ് ശൈലിയിൽ കളിക്കാൻ ഇന്ന് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു ഓൾ ഔട്ട് ഫുട്ബോൾ 2 ടീമും കളിക്കുന്നത് കൃത്യമായി ഓരോ താരങ്ങളെ മാർക്ക് ചെയ്യാതെ ഒരു ഓൾ ഔട്ട് ഫുട്ബോൾ ആണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു തന്ത്രം ഇതിലിപ്പോൾ നിർവചിക്കാൻ പറ്റില്ല. ഓരോ നിമിഷങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുന്ന ഒരു രീതിയാണ്. ചിലപ്പോൾ അമിതമായ പ്രതിരോധത്തിലേക്ക് ഇരു ടീമുകളും വരുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഒരു വ്യത്യസ്തമായി തോന്നുന്ന ഒരു കാഴ്ച. ഒരുപക്ഷെ ആ സമ്മർദ്ദത്തിലേക്ക് ഇരു ടീമുകളും പിൻവലിയുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടോ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ? അത് ഞാൻ അരുൺ പറഞ്ഞല്ലോ, സ്വാഭാവികമായും എക്സ്ട്രാ ടൈമിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട് മത്സരം. അപ്പോൾ എനർജി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് സാധാരണ ഫുട്ബോളിൽ അങ്ങനെ അത് എല്ലാ ടീമുകളും അനുവർത്തിക്കുന്ന ഒരു രീതിയാണ്. കൂടുതൽ ആ ഒരു 30 മിനിറ്റ് കൂടി കളിക്കാനുള്ള ഊർജം സംഭരിച്ചു വെക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളം ഇപ്പോൾ തന്നെ 2 താരങ്ങളെ മാറ്റി ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു താരത്തെ മാറ്റാനുള്ള അവസരം മാത്രം ഹ്യൂസിന് പകരം താരം വന്നിരിക്കുന്നു. അപ്പോൾ 3 മാറ്റങ്ങളും കേരളം നടത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു താരത്തെ പരീക്ഷിക്കാനുള്ള അവസരം കേരളത്തിനില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള താരങ്ങൾ വലിയ ക്ഷീണമില്ലാതെ കളിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും തന്ത്രം. അപ്പോൾ ഒരു എല്ലാം വലിച്ചിട്ടുള്ള ഒരു ആക്രമണത്തിന് കേരളം തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കുക എന്നത് തന്നെയായിരിക്കും തന്ത്രം. അതിനിടയിൽ ബെൽഫോർട്ടും ജർമ്മനും നടത്തുന്ന ഒറ്റ നീക്കങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ. ഒപ്പം തന്നെ CK വിനീതിനെ തീർത്തും കൂട്ടിയിരിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ അദ്ദേഹം ഒരു അല്പം ഫോം ഔട്ട് ആയിരുന്നു പന്ത് കിട്ടുമ്പോൾ. അത് നമുക്ക് അറിയാം. ഇന്ന് അദ്ദേഹത്തിന്റെ കാലിൽ പന്ത് കിട്ടുമ്പോൾ പതിവുള്ള ഒരു ചടുലത നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൂടി കേരളത്തിന് തിരിച്ചടിയാവുകയാണ് മുന്നേറ്റത്തിൽ.
തീർച്ചയായും എന്തായാലും അല്പസമയത്തിനകം മറ്റ് സമഗ്രമായ ഒരു വിലയിരുത്തലിന് കൂടി താങ്കളെ ബന്ധപ്പെടാം. പ്രതീക്ഷിച്ച രീതിയിൽ സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് സെക്കൻഡ് ഹാഫിലാണ് കേരളത്തിന്റെ കൃത്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ് ഉണ്ടാകുന്നത്. അത്തരത്തിലാണ് ഗെയിം പ്ലാൻ കോപ്പിൽ പദ്ധതിയിടുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇതുവരെ അങ്ങനെ ആശ്വാസജനകമായ ആശാവകമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇരു ടീമുകളും 1-1 എന്ന സ്കോറിൽ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ബിനീഷ് കൂടി ചേരുന്നുണ്ട്. ബിനീഷ്, എങ്ങനെയാണ് ഈ മിനിറ്റ് വരെയുള്ള കളിയെ കാണുന്നത്? ഒരുപക്ഷെ ബോൾ പൊസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ATK ആണ് മികച്ചു നിൽക്കുന്നത് തന്നെ പറയേണ്ടി വരും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പതിവ് ശൈലി, കേരളത്തിന്റെ പതിവ് ശൈലി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ടീം എപ്പോഴും സെക്കൻഡ് ഹാഫ് പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. ഫസ്റ്റ് ഹാഫിൽ കോപ്പിലെ തന്ത്രവും എപ്പോഴും അങ്ങനെ തന്നെയാണ്. എതിർ ടീമിന്റെ കളിയെ വീക്ഷിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് എപ്പോഴും തന്ത്രങ്ങൾ മെനയാറ്. അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ മത്സരവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്, നമ്മുടെ 3 സബ്സ്റ്റിറ്റ്യൂഷനും കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, വളരെ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ് കൊച്ചി പോലുള്ള സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് ഈ മത്സരം പോവുകയാണെങ്കിൽ ഈ 3 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് വളരെ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ ഡിഫൻസിലെ ഇഷ്വാഖ് അധികം മാച്ചുകൾ അദ്ദേഹം കളിച്ചിട്ടില്ല. ഫൈനൽ പോലുള്ള ഒരു മത്സരത്തിന് അദ്ദേഹത്തിന് ഇഞ്ചുറീസിന്റെ, അതായത് പേശി വലിവ്, കാഫ് മസിൽ പുള്ള് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കാഫ് മസിൽ പുള്ള് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് അത്ര പെട്ടെന്നൊന്നും മാറാൻ സാധ്യതയില്ല. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഇനി കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ വിങ്ങിലൂടെ തന്നെ മറ്റ് ടീമിന്റെ കോച്ച് ആ വിങ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് കേരളത്തിന് ഇപ്പോൾ ഏറ്റവും വലിയൊരു തിരിച്ചടി ആവാൻ സാധ്യതയായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഇഷ്ഫാഖിന്റെ ടീമിലേക്കുള്ള ഉൾപ്പെടുത്തൽ പ്രത്യേകിച്ച് അപ്രസക്തമായ അല്ലെങ്കിൽ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നിന്നൊരു താരമാണ്. എന്തുകൊണ്ടാണ് കോപ്പിൽ അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയത് ബിനീഷ്? ഒരു പക്ഷേ നമുക്ക് കോപ്പലിന്റെ മാത്രമല്ല ISL തന്നെ പല തീരുമാനങ്ങളും നമുക്ക് വളരെ വിചിത്രമായിട്ട് തോന്നാറുണ്ട്. ചിലപ്പോൾ ഒരു സർപ്രൈസിങ് പ്ലെയറിനെ ഇറക്കാം. ഇതുപോലെ പല മാച്ചുകളിലും ഇഷ്വാഖ് അഹമ്മദിനെ സർപ്രൈസിംഗ് ആയിട്ട് ഇറക്കാറുണ്ട്. പക്ഷെ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുത്തത് എങ്ങനെയാണെന്ന് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഡിഫൻസ് ആണ് കേരളത്തിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്നതും കേരളത്തിന് രക്ഷകരായി വന്നത് എപ്പോഴും ഡിഫൻസ് തന്നെയായിരുന്നു. ആ ഒരു സ്ഥലത്തേക്ക് ഒരു പരീക്ഷണം നടത്തിയത് കോപ്പൽ വളരെ വിചിത്രമായിരുന്നു. പക്ഷെ പക്ഷേ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആയതുകൊണ്ടാവാം ഇഷ്വാഖിനെ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ജെന്യൂനായ 2 ബാറ്റ്സ് റിനോ ആൻഡോ ഉണ്ടായിരുന്നു, പ്രദീപ് ചൗധരി ഉണ്ടായിരുന്നു. ഈ 2 പേരെയും ഒഴിവാക്കിയിട്ട് ഇഷ്വാഖിനെ തന്റെ ഫേവറേറ്റ് ലെഗ് പോലും അല്ലെങ്കിൽ പോലും ലെഫ്റ്റ് സൈഡില് അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചതിന് ഒരു വളരെ വിചിത്രമായ തീരുമാനം തന്നെയാണത്. മറ്റൊന്നുകൂടി, ഈ ഹെൽഡർ പോസ്റ്റിയെ അറ്റാക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുള്ള പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ കൊൽക്കത്തയും നിലവിൽ നടത്തിയത്. അവരുടെ ഗെയിം പ്ലാൻ അല്ലെങ്കിൽ ആ സ്ട്രാറ്റജിയെ കുറിച്ച് കൂടി എങ്ങനെയാണ് കാണാനാവുക കളി ഇതുവരെ വീക്ഷിക്കുമ്പോൾ? കളി ഇപ്പോഴത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹെൽഡർ പോസ്റ്റിക പിൻവലിക്കാൻ, കാരണം ഇത് ടയർഡ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങി ATKക്ക്. പ്രത്യേകിച്ചിട്ട് അവർ കുറെ നാളുകളായിട്ട് കുറച്ച് തണുത്ത കാലാവസ്ഥയിൽ കളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ നമുക്ക് അതേ കാലാവസ്ഥ കുറച്ച് തണുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുള്ള ഹ്യൂമിഡിറ്റി ശരിക്കും അവരെ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മിഡ്ഫീൽഡിന് ഒരു സ്ട്രെങ്ത് കൂട്ടുക, അതുവഴി ഹിയാൻ ഹ്യൂമിനെ മാത്രം മുന്നേറ്റത്തിലേക്ക് വിട്ടുകൊണ്ട് മിഡ്ഫീൽഡിന് കുറച്ചും കൂടി കരുത്ത് കൂട്ടുക എന്നൊരു ലക്ഷ്യത്തിലേക്കായിരിക്കാം അവർ നീങ്ങിയത് ഈ സമയത്ത്. ഈ 1-1 എന്നുള്ള സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകാനുള്ള സാധ്യത അതുകൂടി നിലവിൽ കണ്ടുകൊണ്ട് എനർജി ചോർന്നു പോകാതിരിക്കാനുള്ള ഒരു മുന്നൊരുക്കം എന്ന തരത്തിലാണോ ഇരു ടീമിന്റെ ഭാഗത്തു നിന്നുള്ള നിലവിലെ ഒരു കാഴ്ച? ഒരു പക്ഷേ ATK കുറച്ച് കരുതിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ആ ടയർഡ്നെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് അവർ ലോങ് ബോൾ ഇയാൻ ഹ്യൂമിലേക്ക് എത്തിക്കാനുള്ള ഒരു തന്ത്രം പയറ്റിക്കൊണ്ടിരിക്കുക. കാരണം 1 ടച്ച് ഫുട്ബോളാണ് കൂടുതലായിട്ടും ATK കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുറെ സമയങ്ങളായിട്ട് ലോങ് ബോൾ മാത്രം അവർ കളിച്ചു തുടങ്ങിയിരുന്നത്. ആ ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് 1 ടച്ച് ഫുട്ബോൾ ഇപ്പോൾ കളിക്കാൻ സാധിക്കാത്തത്. കാരണം 1 ടച്ച് ഫുട്ബോൾ കളിക്കുമ്പോൾ പൊസിഷൻ നന്നായിട്ട് 1-2 പൊസിഷൻ കാണിച്ചു കഴിഞ്ഞാലേ ഒരു സ്ഥലത്ത് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബുദ്ധിമുട്ട്, ആ ക്ഷീണം കുറച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ലോങ് ബോൾ കളിക്കുന്നുണ്ടാവുക. യെസ്, വളരെ നന്ദി ബിനീഷ്. ISL 3ാം സീസന്റെ കലാശ പോരാട്ടത്തിന് കൊച്ചിയിൽ മത്സരം പുരോഗമിക്കുകയാണ്. എന്തായാലും ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നിലവിൽ നേടിയിട്ടുണ്ട്. കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ 37-ാം മിനിറ്റിൽ മുഹമ്മദ് റാഫി ഗോൾ നേടി.
4-ാം മിനിറ്റിൽ സെറീനയിലൂടെ ഗോൾ മടക്കുകയും ചെയ്തു. അതിനുശേഷം രണ്ട് ടീമുകളും പ്രതിരോധത്തിലേക്ക് നിലവിൽ പിൻവലിയുന്നൊരു കാഴ്ച കൂടിയാണ് കണ്ടത്. എന്നാൽ ആദ്യ പകുതിയിൽ ആദ്യ 30 മിനിറ്റോളം കൊൽക്കത്തയ്ക്ക് സമ്പൂർണ്ണമായ ആധിപത്യം ഉണ്ടായിരുന്നൊരു സാഹചര്യം. അതിനുശേഷം നേരിയ മുൻതൂക്കമുള്ളതും അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്ക് തന്നെയാണ്. എന്തായാലും എക്സ്ട്രാ ടൈമിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യത്തിൻ്റെ സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ദേവദാസ് കൂടി നിലവിൽ ചേരുന്നുണ്ട്. ദേവദാസ്, എങ്ങനെയാണ് കാണാനാവുക ഇതുവരെ? ഇതുവരെ ഇപ്പോൾ മറ്റേ കൊച്ചി ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാൻ നോക്കുന്ന, എങ്ങനെയായാലും കൊച്ചി ബ്ലാസ്റ്റേഴ്സിന് 90 മിനിറ്റ്സ് കഴിഞ്ഞാല് അഡ്വാൻറ്റേജ്. എന്താ പറയാ, ഈ കളി എല്ലാം കളിച്ചിട്ടും ഇത്രയും 90 മിനിറ്റ്സിൽ ഒരു 75 മിനിറ്റ്സും കംപ്ലീറ്റ് കൺട്രോൾ ഉള്ള അത്ലറ്റിക്കോ ഡി കൽക്കട്ടയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ തന്നെ കൊച്ചി ബ്ലാസ്റ്റേഴ്സിനാണ് എക്സ്ട്രാ ടൈമിൽ പോകുമ്പോൾ അഡ്വാൻറ്റേജ്. അവർക്ക് എന്താ പറയാ, ഈ കളി കളിച്ചിട്ടും ഇവരെ എതിരെ പിടിച്ചു നിന്നല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ 30 മിനിറ്റ്സിൽ, അതാ ഞാൻ ഈ 10 മിനിറ്റ്സ് വന്നത്. അതുകൊണ്ടാണ് ഫ്രഷ് ലെഗായ ജർമ്മനിയും റഫീക്ക് ഓടിക്കൊണ്ട് നിൽക്കും. അപ്പൊ റഫീക്കിന് ഫാസ്റ്റ് എന്താ പറയാ, റാഫി 1 മണിക്കൂറല്ലേ ഉള്ളൂ. റാഫിക്ക് ഇപ്പൊ ഒരു ഫിറ്റ്നസ് പഴയത് പോയി, ഒരു 5 കൊല്ലം മുമ്പത്തെ കൊല്ലം ആ പേസ് പോയി, കുറവാണ്. അപ്പൊ ഇപ്പൊ ഫ്രഷ് ലെഗ്സിൽ ഇവരാണ് ഉള്ളത്, ഞങ്ങളിത്. പക്ഷേ ഓൺ ദ ബിഹൈൻഡ് ദ ബാക്ക് ഈ ഹ്യൂസും പിന്നെ ആ പറഞ്ഞ പോലെ അഹമ്മദിനെ ഇറക്കിയത് അതൊരു ഹോൾ തന്നെയാണ്. അതെങ്ങനെ കവർ ചെയ്യുന്ന ഈ 30 മിനിറ്റ്സിൽ ഇപ്പൊ കാണാൻ പോകുന്നത്. അതിന് കോപ്പല്ല. എനിക്ക് തോന്നുന്നു ഫോർവേഡിനെ ഇങ്ങനെ വിടൂല. ഒരു വിത്ഡ്രോവൽ ഫോർവേഡും ഒരു സ്ട്രൈക്കറെയും വെച്ചിട്ടുള്ള ഒരു 30 മിനിറ്റ്സിൽ കാണുന്ന എനിക്ക് തോന്നുന്നു. എന്നിട്ട് ബാക്ക് ടു ദ ഡിഫൻസ് ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാനാ. ഡിഫൻസിന്റെ മുമ്പിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറേയും കൂടി വെക്കാൻ സാധ്യതയുണ്ടെന്നാ തോന്നുന്നു. 30 മിനിറ്റ്സ്, നെക്സ്റ്റ് 30 മിനിറ്റ്സ് എന്താ പറയുക, ക്രൂഷ്യല. അവരും പക്ഷേ അത്ലറ്റിക്കോ ഡി കൽക്കട്ട ഇപ്പൊ ബിനീഷ് പറഞ്ഞ പോലെ തന്നെയാ. അവരിപ്പോ തളർന്നുകൊണ്ട് കോപ്പലിന്റെ തിയറിയിലേക്കാ വരുന്നത്, വിങ്ങിനെ കൂടിയുള്ള അറ്റാക്ക്. അപ്പൊ അവർക്ക് പാസസ് ആണ്. എന്താ പറയുക, ബോർജയെല്ലാം 800-ൽ പരം പാസ് ചെയ്ത ഈ ഗെയിമിന് തൊട്ട് മുമ്പ് ഈ ടൂർണമെന്റിൽ ഉടനീളം ബോർജ ഫെർണാണ്ടസ് ചെയ്ത പാസ് 840+ എന്നാ പറയുന്നത്. അത് അപ്പോ ഇന്ന് ഒരു 25 കൂടിയ 865. അപ്പോ അവനാണ് മിഡ്ഫീൽഡ് നിയന്ത്രിക്കുന്ന ഇന്ത്യ. അവനെ എങ്ങനെ പൂട്ടി ഞങ്ങള് 30 മിനിറ്റ്സിൽ എന്തായാലും ഇതെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ഈസ് 8 crores, സെക്കൻഡ് പ്രൈസ് ഈസ് 4 crores. അപ്പൊ 4 crores ഡിഫൻസിന് ആ ഒരു ഇതും കൂടിയില്ല. അപ്പൊ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിയുടെ ഫസ്റ്റ് ഹോം ഗ്രൗണ്ട്, അപ്പൊ ആ ഒരു പ്രഷറിലാ കോപ്പലുള്ളെന്ന് തോന്നുന്നു. അതുകൊണ്ട് ക്രിസ്റ്റൽ ക്ലിയർ അല്ല ഇന്ന് ഗെയിം പ്ലാൻസ്. ഗെയിം നമ്മൾ ഈ സെവൻസിലെല്ലാം പോലെ എന്നാ ഒന്ന് പെരഞ്ഞു കളിക്കാന്ന് പറയുന്ന പോലത്തെ ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്ന ഓർഗനൈസ്ഡ് കളി ഇല്ല, ഓർഗനൈസ്ഡ് അല്ല ശരിക്ക്. പക്ഷെ കൊൽക്കത്ത കളിക്കുന്നത് ടെക്നിക്കലി ഓർഗനൈസ്ഡ് ഗെയിമാണ്. അതില് ഇനിയിപ്പോ ഈ 30 മിനിറ്റ്സ് മറ്റേ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് ഹാർട്ട് എടുക്കാനാ ആ കോപ്പലിന്റെ എടുക്കുക. അത് ആ 30 മിനിറ്റ്സ് എടുക്കൂല എന്നാ എനിക്ക് തോന്നുന്നു. അതിന്റെ ഫസ്റ്റ് 50 മിനിറ്റ്സ് ഹി വിൽ പ്ലേ ഈ ഡിഫൻസീവ് ഗെയിം തന്നെയാ കളിക്കുക. എന്നിട്ട് ലാസ്റ്റ് 15 മിനിറ്റ്സിൽ ഗോൾ അടിച്ചിട്ട് അത്ലറ്റിക്കോ കൽക്കട്ടക്ക് പ്രഷറും മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്.